ശ്രീ എം ജയചന്ദ്രൻ, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുരോഗമിക്കുന്ന വികാസങ്ങൾ ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുന്നു എന്ന രീതിയിലാണ്. കാരണം കോൺഗ്രസ് വലിയ അർത്ഥത്തിൽ സർക്കാരും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡും മുൻ ദേവസ്വം ബോർഡും ഒക്കെ പ്രതിക്കൂട്ടിലാകാൻ പോകുന്നു, ഇടതുമുന്നണിയും CPI ഒക്കെ പ്രതിക്കൂട്ടിലാകാൻ പോകുന്നു എന്ന വലിയ പ്രചരണമാണ് നടത്തിയത്. SIT എന്നത് കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണമാണ്. അപ്പോൾ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണത്തിൽ മൊഴിയെടുപ്പുണ്ട്, ചോദ്യം ചെയ്യലുണ്ട്, വിവരശേഖരണമുണ്ട്, ഒപ്പം അറസ്റ്റുമുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായി നിർണായകമായൊരു ടേണിംഗ് പോയിന്റിലേക്ക് എത്തുന്നത് സോണിയാഗാന്ധിയുമായി പോറ്റിയുടെ കൂടിക്കാഴ്ചയാണ്. മാത്രമല്ല, ഇതിൽ ഈ പുരാവസ്തു കടത്ത് അടക്കമുള്ള ആരോപണങ്ങളൊക്കെ വരുന്നൊരു ഘട്ടമുണ്ട്. അതൊക്കെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ അത് മറ്റൊരു വിഷയം. എങ്കിൽ പോലും അപ്പോൾ സോണിയാഗാന്ധിയുടെ റോൾ, സോണിയാഗാന്ധിയുമായി 2 തവണ കൂടിക്കാഴ്ചയിലേക്ക് ഈ പ്രതികൾ പോയതെങ്ങനെ, ഗോവർദ്ധനും പോറ്റിയും, അതിന് നിദാനമായതാരാണ്? ആ അപ്പോയിൻമെൻറ്റ് എടുത്തു നൽകിയതാരാണ്? പെട്ടെന്ന് കിട്ടുന്നതല്ലല്ലോ സോണിയാഗാന്ധിയുടെ അപ്പോയിൻമെൻറ്റ്. അപ്പോൾ അങ്ങനെ അപ്പോയിൻമെൻറ്റ് എടുത്തു നൽകിയതാണ്. എന്തായിരുന്നു എടുത്തവരുടെ താല്പര്യം? അവിടെ അടൂർ പ്രകാശും ആൻ്റണിയും എങ്ങനെയാണ് പോറ്റിക്കൊപ്പം സോണിയാഗാന്ധിയിലേക്ക് പോയത്? ഈ ചോദ്യത്തിലേക്ക് കൂടുതലായി ഫോക്കസ് ചെയ്യേണ്ടതായ ചില സമകാലിക തെളിവുകളാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോറ്റിയുടെ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തെത്തുന്നത്. പോറ്റി പറയുന്നു അടൂർ പ്രകാശുമൊപ്പമാണ് സോണിയാഗാന്ധിയെ കാണാൻ പോയതെന്ന്. അങ്ങനെയെങ്കിൽ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാനിതാ SIT നീങ്ങുന്നു. കോൺഗ്രസ് ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുന്നത് പോലെ ആകുന്നത് അവിടെയാണ്. അവിടെ പല മലക്കമറിച്ചിൽ ഇന്നലെ നമ്മൾ കണ്ടു. ഈ SITയിലുള്ള വിശ്വാസം പോയി എന്നൊരു വിഭാഗം കോൺഗ്രസ് ഒക്കെ പറയുന്നുണ്ട്, മീൻസ് VD സതീശൻ അടക്കമുള്ള. പക്ഷേ ചെന്നിത്തല അത്ര ക്ലിയർ ആയിട്ട് അങ്ങനെയല്ല പറയുന്നത്, അന്വേഷണം നടക്കട്ടെ എന്നായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഭിന്നതയുണ്ടെങ്കിൽ പോലും ഈ ഘട്ടത്തിൽ ശ്രീ ജയചന്ദ്രൻ. ഇത് ഇന്നലെ NSS ജനറൽ സെക്രട്ടറി ശ്രീ G. സുകുമാരൻ നായർ ഇതേപ്പറ്റി പറഞ്ഞ വളരെ ശ്രദ്ധേയമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞത് പിന്നെ ഇതിൻ്റെ അകത്ത് അനാവശ്യമായ രാഷ്ട്രീയം കലർത്തേണ്ട കാര്യമേ ഇല്ല. SITയുടെ അന്വേഷണം വളരെ നല്ല നിലയിലാണ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മറ്റു തരത്തിലുള്ള ഒരു ഇടപെടലിന്റെയും കാര്യവുമില്ല എന്ന് khണ്ഡിതമായി തന്നെയാണ് ശ്രീ G. സുകുമാരൻ നായർ പറഞ്ഞത്. എന്നാൽ അതിന് തൊട്ട് പിന്നാലെ പ്രതിപക്ഷ നേതാവും മാധ്യമപ്രവർത്തകരെ സംസാരിക്കുമ്പോൾ ഉന്നയിക്കപ്പെട്ട ചോദ്യം നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, അങ്ങ് പോയാൽ എന്താണ് കുഴപ്പം എന്നുള്ളൊരു ചോദ്യം പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്.